നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. മെയ് മാസത്തെ പെൻഷനായ 3200 രൂപ എപ്പോഴാണ് ലഭിക്കുക? അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം പെൻഷൻ പണം കൂടിയിട്ട് 150 രൂപ കൂടുന്നു. അത് എന്ന് മുതലാണ് കൂടുക, എന്ന് മുതലാണ് സർക്കാരിൽ അറിയിപ്പോൾ ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസത്തെ അറിയിപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 1600 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പെൻഷൻ പണം കൂടുമെന്നെല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു. അന്ന് സർക്കാർ നമ്മോട് പറഞ്ഞിരുന്നത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം, അതിന് പ്രത്യേക ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല, സർക്കാരിൻ്റെ ഒരു അറിയിപ്പുണ്ടായാൽ മാത്രം മതി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 5ാം വാർഷികാഘോഷങ്ങൾ ഇപ്പോൾ നാടെങ്ങും നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പെൻഷൻ പണം കൂട്ടുന്ന കാര്യം അറിയിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. കറക്റ്റായി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ സത്യാമൂലം കറക്റ്റ് സബ്മിറ്റ് ചെയ്ത, സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ആളുകൾക്കായിരിക്കും 1750 രൂപ മുതൽ പെൻഷൻ ലഭിക്കുക. അതിനു മുമ്പായി തന്നെ ഈ പെൻഷൻ പണം കൂടുന്നതിന് മുമ്പായി തന്നെ നിലവിലുള്ള കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, ഈ മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ നമുക്ക് ലഭിക്കും. ഇന്ന് വികിട്ടത്തോടു കൂടി അല്ലെങ്കിൽ നാളത്തോടു കൂടി തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ പണം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ മെയ് മാസത്തിലെ 1600 രൂപയും കഴിഞ്ഞ വർഷം കുടിശ്ശിക ഉണ്ടായിരുന്ന 1600 രൂപയും കൂടി 3200 രൂപയുടെ അക്കൗണ്ടുകളിലെത്തും. അതുപോലെ തന്നെ അടുത്ത മാസവും ഇതുപോലെ തന്നെ 3200 രൂപ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു മാസത്തെ കുടിശ്ശിക മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ പെൻഷൻ പണം കൂട്ടുകയും ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. വാർഡ് വിഭജനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ് വിഭജനത്തിലുള്ള പട്ടിക, എല്ലാ കാര്യങ്ങളും പൂർത്തിയായതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് അടുക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 150 രൂപ വരെ കൂടുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായി തന്നെ പെൻഷൻ ഉപഭോക്താക്കൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷനും സർക്കാരിൽ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഈ വർഷം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുക. നമുക്കറിയാം, എല്ലാ വർഷവും മസ്റ്ററിംഗ് നടക്കുന്നതാണ്. എല്ലാ വർഷവും മസ്റ്ററിംഗ് നടക്കുന്ന സമയങ്ങളിൽ തന്നെ ആധാർ കാർഡിലെ പ്രശ്നങ്ങൾ കൊണ്ട്, മസ്റ്ററിങ്ങിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്, സൗകര്യമില്ലാത്തത് കൊണ്ട്, പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തത് കൊണ്ടെല്ലാം ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് പുറത്താകാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആധാർ കാർഡിലെ തെറ്റുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരുത്താൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ നല്ല സമയം പിടിക്കുന്നുണ്ട്. 3-4 മാസം വരാം അതിന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ആധാർ കാർഡിലെ എല്ലാ തെറ്റുകളും തിരുത്താൻ ശ്രമിക്കുക. അതുപോലെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മസ്റ്ററിംഗ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. തുടർന്ന് പെൻഷനും സർക്കാരിന് ആനുകൂല്യം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.